അസ്സലാമുഅലൈക്കും ഫ്രണ്ട്സ്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ റവ ഉപയോഗിച്ചിട്ട് നമുക്ക് നല്ല സോഫ്റ്റായിട്ട് നല്ല പഞ്ഞി പോലത്തെ ഒരു അപ്പമാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. അതിന് വേണ്ടിയിട്ട് റവ 1.5 കപ്പ് റവയാണ് ഞാൻ എടുക്കുന്നത്. 1.5 കപ്പ് റവ എടുത്തിട്ടുണ്ട്. 3 ടേബിൾ സ്പൂൺ മൈദ അത് ചേർത്ത് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഈസ്റ്റ്, ഇൻസ്റ്റൻറ്റ് ഡ്രൈഡ് ഈസ്റ്റാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് ഡയറക്റ്റ് ചേർത്ത് കൊടുക്കാം. അതും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. അതല്ല നോർമൽ ഈസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് നേരം ഒന്ന് വെള്ളത്തിൽ പഞ്ചസാരയും കൂടി ഇട്ടിട്ട് ഇളം ചൂടുവെള്ളത്തിൽ ഒരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം പൊങ്ങിയതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനപ്പോൾ അതിലേക്ക് 1 കപ്പ് വെള്ളം, പിന്നെ 1/2 കപ്പ് വെള്ളം, 1.5 കപ്പ് വെള്ളം ഞാനിതിലേക്ക് ഒഴിച്ചിട്ടൊന്ന് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്ക് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഇനിയും വെള്ളം ആവശ്യമുണ്ട്. ഇപ്പോൾ നല്ല തിക്കായി വരും, പിരിക്കും തോറും നല്ല തിക്കായി വരും. അപ്പോൾ ഞാൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇതിൽ നിന്ന് കുറച്ച് പകുതിയായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇതിലേക്ക് തേങ്ങ ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് 1/4 കപ്പ് തേങ്ങയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അത് ഓപ്ഷണലാണ്, നിങ്ങളുടെ കയ്യിൽ തേങ്ങ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാൻ. തേങ്ങ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. അതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായി ഒന്ന് അടിച്ചെടുക്കാം. നല്ല രീതിയിൽ പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ നല്ല സ്മൂത്താക്കി അരച്ചിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അടുത്തതും ഞാനിതുപോലെ അരയ്ക്കുന്നുണ്ട്. അപ്പോൾ നല്ല തിക്കായി വന്നിട്ടുണ്ട് കണ്ടോ. നമ്മൾ ആദ്യം 1.5 കപ്പ് വെള്ളം ഒഴിച്ച് നല്ല തിക്കായിട്ടുണ്ട്, റവ തിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ ടോട്ടൽ എത്ര വെള്ളം നമ്മൾ യൂസ് ചെയ്തു എന്നുള്ളത് അവസാനം പറയാം കേട്ടോ. അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമ്മൾ നന്നായി ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ മാവ് നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ മിക്സിയുടെ ജാറിൽ കുറച്ച്, അപ്പോൾ നമ്മളിത് ഇത്തിരി തിക്കുണ്ട്. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് നമുക്ക് അടിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് ഞാൻ മിക്സി ഒന്നും കൂടി ഒന്ന് കറക്കിയെടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ വെള്ളത്തിൻ്റെ അളവ് നമുക്ക് കറക്റ്റായിട്ട് എത്ര വേണ്ടി വന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. നമുക്കൊരു 2.5 കപ്പ് വെള്ളമാണ് ഞാൻ ഈ ഒരു മിക്സിയിലേക്ക്, ഒരു 1.5 കപ്പ് റവയുടെ മിക്സിയിലേക്ക് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു തിക്നെസ്സിൽ നമുക്ക് ബാറ്റർ റെഡിയാക്കിയിട്ട്, ഞാനിപ്പോൾ നല്ല തണവുണ്ട്, കിച്ചണിലൊക്കെ നല്ല തണവാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഓവണിൽ ലൈറ്റ് ഇട്ടിട്ട് ഓവർനൈറ്റ് വെച്ചു കേട്ടോ. രാവിലെ ഇത് എടുത്തിട്ടുണ്ട്, നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് ചുട്ടെടുക്കാം. അപ്പം ഞാനൊരു ദോശച്ചട്ടിയിലാണ് ഞാനിത് ചുട്ടെടുക്കുന്നത്. അപ്പോൾ നമുക്കിതുപോലെ കോരി ഒഴിച്ച് ഒന്ന് ബബിൾസ് വന്ന് കഴിയുമ്പോൾ നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. മൂടി വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഒരു 10 സെക്കൻഡൊക്കെ മൂടി വെച്ചാൽ മതി കേട്ടോ. അപ്പം നമുക്ക് തുറന്നു നോക്കാൻ അറിയാൻ പറ്റും. എന്നിട്ട് അതുപോലെ നമുക്ക് ഓരോന്നും ചുട്ടെടുക്കാം. അപ്പോൾ നമ്മളിത് ബബിൾസ് വരുമ്പോൾ തന്നെ ഒരുവിധം വെന്തിട്ടുണ്ടാവും. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് അടച്ച് വയ്ക്കുക. ഇനിയിപ്പോൾ അത് വെന്തിട്ടില്ല എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്ന് മൂടി വെച്ചിട്ട് എടുക്കാം. അതുപോലെ നമുക്ക് ഓരോന്നും നമുക്ക് പരത്തി എടുക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് പരത്തി എടുക്കാം. കനം കുറച്ചിട്ട്, അല്ലെന്നുണ്ടെങ്കിൽ പരത്താണ്ട് വെറുതെ ജസ്റ്റ് ഒഴിച്ചിട്ട് ഇതുപോലെ ചുട്ടെടുത്താലും മതി. നല്ല സോഫ്റ്റായിട്ട് നല്ല പഞ്ഞി പോലത്തെ അപ്പമാണ് കേട്ടോ ഉണ്ടാവുക. നല്ല എരിവുള്ള നല്ല കറിയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഉണ്ടാക്കാത്തവർ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻസിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.